നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കൊടും ചൂട് തന്നെ. തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്തും ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ കൊടും ചൂടിൽ വലയുന്നതിനിടയിൽ തലസ്ഥാന ജില്ലയ്ക്ക് ആശ്വാസമായി കാലാവസ്ഥാ പ്രവചനം വരികയാണ്. വരും മണിക്കൂറിൽ തിരുവനന്തപുരത്ത് മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 8 മണിയോടെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിനിടെ കേരളത്തിൽ വീണ്ടും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് 5/2/2025 രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെ 0.2 മുതൽ 0.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന ജാഗ്രത നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് 0.2 മുതൽ 0.6 മീറ്റർ വരെയും, തമിഴ്നാട് തീരത്ത് നാളെ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെ 0.5 മുതൽ 0.7 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിലും സമാനമായ രീതിയിലുള്ള മഴയുടെ സാധ്യതയുണ്ട് എന്ന പ്രവചനങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരവും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി മഴ ശക്തമായിരുന്നു. അതിനു മുൻപും സമാന രീതിയിലുള്ള മഴ അനുഭവിച്ചിരുന്നു. എന്തായാലും ഓരോ മണിക്കൂറിലും ഓരോ നിമിഷവും കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ മാറ്റം വലിയ തോതിലൊക്കെ തന്നെ മാറുമ്പോഴാണ് സാധാരണക്കാരുടെ സാധാരണ ജീവിതത്തെ ആകപ്പാടെ താളം തെറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ചൂടിന്റെ ഒരു ശമനമാണ്. ശമനത്തിന് വേണ്ടി മാത്രം മഴ പെയ്താൽ നല്ലത്. പക്ഷേ മഴ നിർത്താതെ പെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ അവസ്ഥയൊക്കെ തന്നെ എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും അറിയാം. തമ്പാനൂരും അതുപോലെ തന്നെ ഈസ്ഫോർട്ടും ഒക്കെ തന്നെ വെള്ളത്തിനടിയിലാകാൻ നിമിഷ നേരം മതി. മാത്രമല്ല കോസ്മോ പോലെയുള്ള ആശുപത്രികൾ അടക്കം വെള്ളത്തിനടിയിലാകാനും നിമിഷ നേരം മതി. മഴ ഒന്ന് നിർത്താതെ മണിക്കൂറോളം പെയ്യുകയാണെങ്കിൽ തലസ്ഥാന നഗരിയുടെ അവസ്ഥ എന്താകുമെന്ന് അറിയാം. എന്തായാലും അത്തരം ഒരു സംഭവ വികാസത്തിനോടൊന്നും തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്തായാലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പ്രവചനം വന്നിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം കഴിഞ്ഞ കുറച്ചു നാളുകളായാണ് കേരള തീരത്ത് കണ്ടുവരുന്നത്. എന്തായാലും അതിനുശേഷം ഉണ്ടാകുന്ന ഒരു മാറ്റം അത് കടലിന്റെ ആകെയുള്ള സ്വഭാവം തന്നെ പൂർണ്ണമായും ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും അതുപോലെ തന്നെ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുകളും പുറത്തുവരികയാണ്.